ഹലോ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചിങ്ങഞ്ചിറയെ കുറിച്ചിട്ടാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിങ്ങഞ്ചിറയെ കുറിച്ചിട്ട് ഇല്ലേ? പാലക്കാട് ജില്ലയിലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പ്രകൃതി തന്നെ ആരാധനാമൂർത്തിയായി നിലകൊള്ളുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ. ജാതി മത ഭേദമന്യേ ഏവരും ഇവിടേക്ക് എത്താറുണ്ട്. വീടുപണി തടസ്സമില്ലാതെ നടക്കുവാൻ വീടുകളുടെയും കുട്ടികളില്ലാത്തവർ തൊട്ടിലുകളുടെ രൂപവും അവിടെയുള്ള ആൽമരത്തിൽ പല ഇടങ്ങളിലായി തൂക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറ്. തൊഴിൽ ലഭിക്കുന്നതിനായി ഒരു ക്ഷേത്രമണി മരത്തിന്റെ വേരുകളിൽ തൂക്കിയിടുന്നു. ഇതിനെ മണികെട്ടൽ എന്നാണ് വിളിക്കുന്നത്. വളകാപ്പ് സമയത്ത് തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വളകൾ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. സ്വന്തമായി പൂജ ചെയ്ത് പ്രാപ്തിക്കനുസരിച്ച് കോഴിയെയോ ആടിനെയോ കുരുതി കൊടുത്ത് തൊട്ടടുത്ത സ്ഥലത്ത് അടുപ്പ് കൂട്ടി ചോറും കറിയും വെച്ച് മൂർത്തിക്ക് നേദിച്ച് തൊഴുത് അനുഗ്രഹം വാങ്ങുന്നതാണ് ഇവിടുത്തെ രീതി. ക്ഷേത്രത്തിന്റെ പിന്നിലായി ഒരു ചിറ കാണാം. കളിയാട്ടം, കുഞ്ഞിരാമായണം തുടങ്ങിയ ഒട്ടനവധി സിനിമകൾ ചിങ്ങഞ്ചിറയിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. കൊല്ലങ്കോട് നിന്ന് 6 കിലോമീറ്റർ അകലെ, പാലക്കാട്ടു നിന്ന് 20 കിലോമീറ്റർ അകലെയും സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചെറിയ ക്ഷേത്രമാണ് ഇത്. 2 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ആൽമരമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇവിടെ കാണുന്ന 2 വലിയ ആൽമരങ്ങൾ ഏകദേശം 2000 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രം പണിയെടുക്കുന്ന സമയത്ത് ഒരു ആൽമരം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ആൽമരത്തെ വേരുകൾ താഴോട്ട് വരികയും അങ്ങനെ വ്യത്യസ്ത ആൽമരങ്ങൾ ഉണ്ടാവുകയും ക്രമേണ അവിടെ മൊത്തം ആൽമരങ്ങൾ നിറയുകയുമായിരുന്നത്രേ. ഇവിടുത്തെ പൂജാരീതി ആദ്യം അരിയും വാഴപ്പഴവും ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെയാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. പിന്നീട് കോഴിയെയോ ആടിനെയോ മറ്റൊരു ആൽമരത്തിന്റെ ചുവട്ടിൽ ബലിയർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഭക്ഷണം തയ്യാറാക്കുകയും ശേഷം ഉണ്ടാക്കിയ ഭക്ഷണം മറ്റൊരു മരത്തിന് ചുവട്ടിലുള്ള ഒരു നിഗൂഢ ശിലാവിഗ്രഹമായ പേരടി മുത്തപ്പന് ഭക്ഷണത്തോടൊപ്പം മദ്യവും നൽകുന്നു. ഈ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. കറുപ്പസ്വാമി, വേലമ്മ എന്നീ വേട്ടക്കാരായ ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠകളാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ.